വലിയൊരു എലമെന്റ് എന്താ? യെസ്, റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ. സോ സെൽഫ് ക്രിറ്റിസിസത്തിന്റെ ഏറ്റവും വലിയൊരു എലമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വയം ക്രിട്ടിസൈസ് ചെയ്യുക മാത്രമല്ല, ബാക്കിയുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മൾ സ്വയം ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അവരെന്ത് വിചാരിക്കും, ലോ ക്യാ കെങ്കെ സിൻഡ്രോം എന്നാണ് ഞാൻ ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. നാട്ടുകാർ എന്ത് പറയും എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെ ബോധേഡായിട്ട്, നാട്ടുകാർ പറയില്ലേ, അതിലും നല്ലത് ഞാൻ പറയുന്നതല്ലേ എന്നുള്ള ഒരു എലമെന്റിലേക്ക് വന്നിട്ട് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ട് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ബിഗിനിങ്, ഹൗ ഡു യു, നമുക്കിത് സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോവാം. പക്ഷെ ഈ സർവൈവലിന് അപ്പുറത്തേക്ക് ഇതിനെ നമ്മുടെ ബെനിഫിറ്റിൽ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരുമ്പോ, അതിന് ആദ്യത്തെ ഉത്തരം യു ഹാവ് ടു എംബ്രേസ് ദിസ് എന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, അത് എന്റെ വളർച്ചയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവാന്നുള്ളതാണ്. പണ്ട് പള്ളിയിലൊരു ഇവിടെ പള്ളിയിലൊരു കപ്പ്യാരുണ്ടായിരുന്നു. പുള്ളി കണക്കിലൊക്കെ ഉസ്താദാണ്. പള്ളിയുടെ കണക്ക് കാര്യങ്ങളിലൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് കണക്ക് കൊടുക്കും. അവിടെ തേങ്ങ ഇട്ടെങ്കിൽ ആ തേങ്ങയുടെ കണക്ക് കറക്റ്റ് ആയിട്ട് ബോധിപ്പിക്കും. മാങ്ങ വിറ്റെങ്കിൽ മാങ്ങ എത്ര എണ്ണം വിറ്റു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇയാള് ബോധിപ്പിക്കും. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ കപ്പ്യാര് മുമ്പോട്ട് പോവാണ്. പക്ഷേ ഇടയ്ക്ക് പള്ളിയിൽ ഒരു അച്ഛൻ മാറി വന്നു. അപ്പൊ ഓരോ അച്ഛന്മാര് വരുമ്പോ ഓരോരോ രീതികളാണല്ലോ. ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഇവിടെ കപ്പ്യാർമാരൊക്കെ കൊള്ളാം, പക്ഷേ എഴുത്തും വായന അറിയാവുന്നവരെ ഒന്നും കപ്പ്യാരായിട്ട് തുടരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് കണക്കിലൊക്കെ ഭയങ്കര ഉസ്താദാണെങ്കിലും പുള്ളിക്ക് വൃത്തിയായിട്ട് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. എങ്ങനെയൊക്കെയൊക്കെയോ ഒപ്പിച്ച് ഇദ്ദേഹം മുമ്പോട്ട് പോവാണ്. അപ്പോ ഇദ്ദേഹത്തിനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എഴുത്തും വായനയും പഠിക്കുക, അല്ലെങ്കിൽ കപ്പ്യാർ സ്ഥാനം രാജിവെക്കുക. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇച്ചിരി പ്രായമുണ്ട്. ഇനിയിപ്പോ എഴുത്തും വായനയും പഠിച്ചിട്ട് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഇയാളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, ഈ പ്രായത്തിൽ ഇത്രയും നാളും ഞാൻ കപ്പ്യാരായിട്ടൊക്കെ തുടർന്നു, ഈ പ്രായത്തിൽ ഇനി എഴുത്തും വായനയും പഠിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇദ്ദേഹം ഇങ്ങനെ പുറത്തിറങ്ങി, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ നടക്കുമ്പോ അവിടെ ഇങ്ങനെ ഒരാള് ബീഡി വലിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ ബീഡിയുടെ പുക ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്, ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ചുരുളുകളായിട്ട് മുകളിലേക്ക് പോവാ. അപ്പൊ ഈ പുക ഇങ്ങനെ പോകുന്നുണ്ടപ്പോ ഇദ്ദേഹത്തിന് തോന്നി, ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി പുകയില കച്ചവടം തുടങ്ങിയാലോ, വലിയ വിലയില്ല. ബീഡി എന്നൊക്കെ പറഞ്ഞ 1 രൂപ 2 രൂപ, അന്നത്തെ കാലത്തൊക്കെ 2 രൂപ 3 രൂപ ഒക്കെ വിലയുള്ളൂ ഈ ബീഡി എന്ന് പറയുന്ന സാധനത്തിന്. അപ്പോ വലിയ അത്രയും രൂപയ്ക്ക് ഇത് വിറ്റഴിക്കണമെങ്കിൽ അതിലും കുറവായിരിക്കണമല്ലോ ഇതിന്റെ ചെലവ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എഴുത്തും വായനയൊന്നും അറിയണമെന്ന് നിർബന്ധമില്ല, ഞാനൊരു ബീഡി കച്ചവടം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരു പുകയില കച്ചവടം തുടങ്ങി. അങ്ങനെ വലിയ ഒരു ബിസിനസ്സുകാരനായിട്ട് ഇദ്ദേഹത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ചെറിയ ചെറിയ തോതിൽ തുടങ്ങി, പിന്നെ അത് വലുതായി. ഈ ബീഡി കച്ചവടം ഒന്ന് പച്ച പിടിച്ചപ്പോഴത്തേക്കും ബാക്കിയുള്ള ബിസിനസ് സംരംഭങ്ങളിലേക്ക് ഇദ്ദേഹം കടക്കുകയാണ്. ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ തുടങ്ങി, നാട്ടുകാരൊക്കെ വന്ന് വാങ്ങിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം ഒരു ബിസിനസ് ടൈക്കൂൺ ആയിട്ട് മാറാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ ഇന്റർവ്യൂവിന് വന്നപ്പോ ഇദ്ദേഹത്തോട് കുറെ സംസാരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ഇങ്ങനെ വായിക്കാനായിട്ട് ഒരു സാധനം കൊടുത്തു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് എഴുത്തും വായനയും അറിയില്ല. അപ്പൊ ഈ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എഴുത്തും വായനയും അറിയാതെ നിങ്ങൾ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ, എഴുത്തും വായനയും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ഉയരത്തിൽ എത്തിയനെന്ന്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്, എഴുത്തും വായന അറിയുന്നെങ്കിൽ ഞാൻ ആ പള്ളി കാണുന്നില്ലേ, ആ പള്ളിയിലെ കപ്പ്യാരായിട്ട് തുടർന്നേനെ. ഒരിക്കലും ഇങ്ങനെ ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുകയോ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരികയോ ചെയ്യില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ കഥ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ കപ്പ്യാരായിരുന്നെങ്കിലോ, എഴുത്തും വായനയും അറിയില്ല എന്നുള്ള കാരണത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിയേനെ. ഓരോ തവണയും എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോ, എഴുത്തും വായന അറിയായിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം ഉയരങ്ങളിൽ എത്തിയേനെന്ന് ചിന്തിച്ചേനെ. വൃത്തിയായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ അച്ഛനും അമ്മയും എന്നെ പണ്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഇത് എന്റെ കുഴപ്പമല്ലല്ലോ എന്നെ പഠിപ്പിക്കാതിരുന്നത്, അവര് പഠിപ്പിക്കാൻ വിടേണ്ടതല്ലായിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും ഉണ്ടാകാം. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു സെൽഫ് ക്രിറ്റിസിസത്തിലൂടെയൊക്കെ മുമ്പോട്ട് പോയേക്കാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു ചിന്തയുണ്ട്, ഇത് കഴിഞ്ഞു, വാട്ട് നെക്സ്റ്റ്, ഹൗ ഡു ഐ ഗോ ഫോർവേഡ് എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം അവശേഷിപ്പിച്ചു എന്നുള്ളതാണ് ആ കപ്പ്യാർ ഒരു ബിസിനസ് ടൈക്കൂൺ ആയിട്ട് മാറാനുള്ള കാരണം. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഈ ഒരു സെൽഫ് ക്രിറ്റിസിസത്തിനെ കുറച്ചൊക്കെ ഒന്ന്
മാറ്റിവെച്ച് കുറച്ചൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയിലും നമ്മുടെ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിനുള്ള ഒരു ചാൻസ് ആണ് എന്ന് കണക്കാക്കി മുൻപോട്ട് പോകുന്നതാണ് എപ്പോഴും നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. We have to be conscious. We have to embrace the fact that self-criticism is good. But then at the same time, you have to move forward. Again, പണ്ട് എനിക്ക് സംസാരിക്കാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ അച്ഛനും അമ്മയും ഒക്കെ വലിയ സ്പീച്ചുകളൊക്കെ എഴുതി കാണാതെ പഠിച്ച് പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ പോയി സ്ഥിരം പങ്കെടുത്തിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ പ്രസംഗ മത്സര വേദിയിൽ കയറുമ്പോ അച്ഛനും അമ്മനും ഒന്നും അവിടെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അവർക്ക് എന്റെ പ്രസംഗം എങ്ങനെയാണെന്ന് അറിയാം. അവരാണ് എന്നെ എഴുതിയത്, അവരാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ അവർക്ക് കറക്റ്റ് കാര്യം അറിയാം, ഇതിന്റെ ഈ വാക്ക് ചിലപ്പോ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ അതിൽ എവിടെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത്, ഇത് ഉൾപ്പെടെ എന്നെ പഠിപ്പിച്ചിട്ടാണ് വിടുക. പക്ഷേ ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഇവരിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അവർക്കറിയാലോ, ഇപ്പം വേറെ പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു വാക്ക് അവിടെ ഇവിടേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും വലിയ പ്രശ്നമില്ല, സ്ട്രെസ് ഇച്ചിരി കുറച്ചാലും കൂട്ടിയാലും ഒന്നും പ്രശ്നമില്ല. അപ്പൊ ഇവര് ഒരു കാരണവശാലും ഞാൻ എന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇരുത്തത്തില്ല. ഞാൻ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോണെന്ന് പറയായിരുന്നു പണ്ടൊക്കെ. അപ്പൊ എനിക്ക് എപ്പോഴും കോൺസ്റ്റന്റ്ലി അവരെന്ത് വിചാരിക്കും, ഞാൻ തെറ്റിക്കുവോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ വളരണമെങ്കിൽ സെൽഫ് ക്രിറ്റിസിസത്തോടൊപ്പം തന്നെ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ നിന്നും നല്ല ക്രിറ്റിസിസംസ്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്ന, നമ്മൾ പലപ്പോഴും വിട്ടുകളയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മറ്റു പലർക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഈ ഒരു ക്രിറ്റിസിസത്തിന്റെ പേടിയുണ്ട് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അങ്ങ് ഒഴിവാക്കും. ഞാൻ അങ്ങനെ കുറെ വർഷങ്ങൾ ഞാൻ അങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ പ്രസംഗങ്ങൾ അവർ ഒരിക്കലും കേട്ടിട്ടില്ല. കുറെ വർഷങ്ങൾ, ഒരു 3-4 വർഷങ്ങൾ അവരെ ഞാൻ എന്റെ പ്രസംഗം കേൾക്കാൻ ഇരുത്താൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്, ഇവര് കേട്ടിട്ട് ഇവര് എന്ത് പറയും, ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും, അതെന്റെ സ്വന്തം അച്ഛനും അമ്മയാണെന്ന് വിചാരിക്കണം. ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരാനില്ലെങ്കിൽ ഞാൻ എങ്ങനെ വളരും, എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും, ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോകുമ്പോൾ ആ വേദികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നുമൊക്കെ എങ്ങനെ ഞാൻ തീരുമാനിക്കും എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ഒഴിവാക്കി മറ്റുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് second thing. First is embrace the fact that you will always self-criticize. And the second one is try and get people to constructively criticize you. ആ ഒരു കോൺസ്റ്റന്റ് പേടിയിൽ നിന്ന് മാറി നിൽക്കുക. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള പേടിയിൽ നിന്ന് മാറി നിന്ന് അവര് പറയട്ടെ, അവര് ഞാൻ വളരാൻ വേണ്ടിയല്ലേ പറയുന്നത് എന്നുള്ള ഒരു അക്സെപ്റ്റൻസിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓൾസോ ഈ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ചോദിക്കുന്നത് ആരോടാണെന്നറിയോ? നമ്മൾ വളരണമെന്ന് ആഗ്രഹിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ അടുത്ത്. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ചില കുറവുകൾ കണ്ടുപിടിച്ച് അത് വൃത്തിയാക്കിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ളവരുടെ അടുത്താണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കുക, കോൺസ്റ്റന്റ്ലി അവരുമായിട്ട് ഒരു മെന്ററിങ് നടത്തുക. നമ്മുടെ വർക്ക് പ്ലേസിൽ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടാവും. നമ്മുടെ ഒപ്പം വളരാൻ ആഗ്രഹിക്കുന്നവരായിട്ട് കുറച്ച് പേരുണ്ടാവും. നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ മുറുകെ പിടിക്കുക, അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക, അവരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, എങ്ങനെ ഇത് മാറ്റാം, ഇതിൽ എവിടെയാണ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത്, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാർ. നമ്മുടെ JCL തന്നെ നമുക്ക് ഒത്തിരി സീനിയർ ലീഡേഴ്സ് ഉണ്ടാവും. അവരുടെ അടുത്തൊക്കെ ഇപ്പം എന്റെ സോണില് ഞാൻ ഒരു കുഞ്ഞു കുട്ടിയാണ്. കാരണം ഓൾവേസ് കൺസിഡേർഡ് എ ജൂനിയർ അമംഗ് ദ സീനിയേഴ്സ്. അപ്പൊ എപ്പോഴും അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടില്ല. വലിയവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അവരെങ്ങനെ വിചാരിക്കും, ഈഗോ എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ലേ, അതൊരു വലിയ ഭാരിച്ചൊരു സാധനമല്ലേ, ഒരു ചുമട്ടായിട്ട് നമ്മൾ തലയിൽ എടുത്തോണ്ട് നടക്കുന്ന ഒരു സാധനമല്ലേ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷെ വൺ ബെനിഫിറ്റ് ദാറ്റ് ഐ ഹാവ് ബീയിങ് എ ലിറ്റിൽ യങ് പേഴ്സൺ ഇസ് ദാറ്റ്
പീപ്പിൾ ജനറലി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം കമ്മിങ് ഇൻ ടെല്ലിങ് മീ അങ്ങനെയല്ല ശ്രുതി, ഇച്ചിരിയും കൂടെ ഇവിടെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയാൽ അത് ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞു തരാൻ കുറച്ചേറെ പേരുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന, കൺസ്ട്രക്റ്റീവ്ലി നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരെ കണ്ടുപിടിക്കുക, അവരുടെ കയ്യിൽ നിന്നും അങ്ങനെയുള്ള നല്ല നല്ല ക്രിറ്റിസിസം വാങ്ങിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് തിങ് ഇസ് ഹൗ ഡു യു ക്രിട്ടിസൈസ്. നമ്മൾ ഈ സ്പീച്ച് ക്രാഫ്റ്റിനൊക്കെ പോയിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ തന്നെ എടുത്തു വെച്ചിട്ട് നമ്മളോട് ചോദിക്കും എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കും അല്ലെ, എവിടേക്കാണ് തെറ്റ് വന്നത്, എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിക്കും. എന്നിട്ട് ഈ പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. നമ്മളോട് തന്നെ ചോദിക്കും എവിടേക്കാ തെറ്റിയ, വീഡിയോ കണ്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ചോദിക്കും. നമ്മൾ കുറച്ച് അഭിപ്രായങ്ങൾ പറയും, അതിൻ്റെ ഒപ്പം ഫാക്കൽറ്റി നമ്മുടെ അടുത്ത് കുറച്ച് അഭിപ്രായങ്ങൾ പറയും, അവിടെ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയും അല്ലെ. അപ്പൊ അവരുപയോഗിക്കുന്ന ഒരു ടെക്നീക്ക് ഉണ്ട്, സാൻഡ്വിച്ച് ടെക്നീക്ക്. നമ്മളെ കുറിച്ച് ആദ്യമേ കുറച്ച് നല്ലത് പറയും, പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയും, പിന്നെ ഒന്നും കൂടെ ഒന്ന് പുകഴ്ത്തും, അങ്ങനെ പുകഴ്ത്തി നമ്മളെ പറഞ്ഞു വിടും. അതുപോലെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോ മേക്ക് ഷുവർ ദാറ്റ് യു ക്രിട്ടിസൈസ് ബിക്കോസ് യു വാണ്ട് ടു സീ ദാറ്റ് പേഴ്സൺ ഗ്രോ. ഒരാളെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ആയിരിക്കരുത് നമ്മളുടെ ഓരോ കുറ്റപ്പെടുത്തലുകളും. അയാളെ വളർത്താനും അയാളെ പരിപോഷിപ്പിക്കാനും ഒക്കെ വേണം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ. ആ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും only criticize a person about things that they can improve on. അല്ലെ, നിനക്ക് പൊക്കം കുറവാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അയാളെ പൊക്കം വെക്കില്ലല്ലോ, ഞാൻ 5 അടിയേ ഉള്ളൂ, അതിൽ നിന്ന് ഞാൻ 1 ഇഞ്ച് ഇനി വളരാൻ സാധ്യതയില്ല, വേണമെങ്കിൽ ഹീലൊക്കെ ഇടാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. ഓക്കെ, വി സ്റ്റാർട്ടഡ് വിത്ത് സെൽഫ് ക്രിറ്റിസിസം, അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ നോക്കി. പിന്നെ ക്രിറ്റിസിസം ഫ്രം അറൌണ്ട് അസ്, അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം നോക്കി. ആൻഡ് നൗ വി ആർ അറ്റ് ഹൗ ഡു ഐ ക്രിട്ടിസൈസ്. നമ്മൾ ഓരോരുത്തരും ബാക്കിയുള്ളവരെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിപ്പോ പറയുന്നത്. അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രം അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അവരുടെ നന്മ ആഗ്രഹിച്ച് അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അവരുടെ വളർച്ച ആഗ്രഹിച്ച് നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുക. പിന്നെ ഓൾവേസ് ക്രിട്ടിസൈസ് പ്രൈവറ്റ്ലി. നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പബ്ലിക് ക്രിറ്റിസിസംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കി പ്രൈവറ്റ് ആയിട്ട് വിളിച്ച് പറയാം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതൊന്ന് ചെയ്തു നോക്കൂ. പിന്നെ സംസാരിക്കുമ്പോൾ അത് ഒട്ടും ശരിയായിട്ടില്ല എന്നല്ല, നമ്മൾ വളരെ മിതപരമായിട്ട് അയാൾക്ക് മനസ്സിലാകണം, അതിലൂടെ അയാൾ വളരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ക്രിട്ടിസൈസ് ചെയ്യാൻ പഠിക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്നതും ബാക്കിയുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഒക്കെ ഒരു ആർട്ടാണ്. അതിന്റെ ആ മോഡറേഷനിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജീവിതത്തിനെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ തന്നെ ആയിക്കോട്ടെ, പണ്ട് എൻ്റെ ഒരു ചങ്ങാതി ഉണ്ട്, പുള്ളി ലിറ്ററേച്ചറാണ് പഠിച്ചത്, MA ലിറ്ററേച്ചറാണ്. അപ്പൊ ഈ ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് ഒരു ചെറിയൊരു നൊസ് ഉണ്ടാവും എപ്പോഴും. അവർ വളരെ ആധികാരികമായിട്ടൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരാണ്. വളരെ നമ്മൾ കാണാത്ത ചില എലമെന്റ്സ് ഒക്കെ അവർ കാണും. അങ്ങനെ എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഒരു ക്ലോസസ്റ്റ് ചങ്ങായിയാണ്, എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ബൈബിള് പറയുന്നുണ്ട് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതുപോലെ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന്. യു ഷുഡ് ലവ് ദൈൻ എനിമി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നിങ്ങളുടെ ശത്രുവിനെയും സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് ബൈബിളിൽ പറയുന്നത്. അപ്പൊ എന്നോട് രസകരമായിട്ട് ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കാൻ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നമ്മളെ തന്നെയാണ് പലപ്പോഴും. ലവ് ദൈൻ എനിമി മീൻസ് ലവ് യുവർ സെൽഫ്. എപ്പോഴും ഈ ഒരു ക്രിറ്റിസിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇമ്പോസ്റ്റർ സിൻഡ്രോം ആയിക്കോട്ടെ, നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുകയും നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ലവ് ദൈൻ എനിമി മീൻസ് ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് വെച്ചത് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ പറയുന്നത്, ഒരു ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ ഏറ്റവും ആദ്യമേ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്. നമ്മുടെ വളർച്ചയും നമ്മുടെ താഴ്ചയും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. സോ a final parting thought, first and foremost, embrace the fact that you will always have to criticize yourself, but take it with a pinch of salt. അതിന്റെ മോഡറേഷനിൽ എടുക്കാൻ പഠിക്കുക. Be kind yourself, love thine enemy. Okay, the other thing is
when you get criticism from someone else, again take it with a pinch of salt. Make sure that they are there to help you improve. Okay, keep that in your mind. And the third point is, when you criticize, again, make sure that you criticize in private. Make sure that you're giving constructive criticisms. Make sure that you're criticizing for elements that they can always improve upon. That's it. That's it for the day. We'll open the forum for any discussions, if any. ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ, ഐ എം വെൽക്കം ആൻഡ് ഹാപ്പി ടു ഹിയർ ദാറ്റ്. സോ പ്ലീസ്, ദി ഫോറം ഇസ് ഓപ്പൺ. ചാറ്റിൽ കുറച്ചേറെ മെസ്സേജസ് വരുന്നുണ്ട്. ഐ വിൽ റിപ്ലൈ ടു ദാറ്റ്. എന്റെ ഒരു ഫ്ലോ പോവാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്ക് ഇത് റിപ്ലൈ ചെയ്യാതിരുന്നത്. ഐ റിപ്ലൈ ടു ദാറ്റ് ചാറ്റ്. ഇൻ ദ മീൻ ടൈം, ഇഫ് യു ഹാവ് സംതിങ് ടു ആഡ്, സംതിങ് ടു സ്പീക്ക് അബൌട്ട്, I'll be very, very happy to have your opinion. Yes. Thank you, Ashwati madam. Ashwati madam. Thank you. വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ എന്തായാലും വളരെ ഹാപ്പി ആയിരിക്കും. എന്തോ? ഇന്നത്തെ വളരെ ഹാപ്പി ആയിരിക്കും. Yes. Feedbacks പറഞ്ഞോളൂ ട്ടോ. Feedbacks and open forum പറഞ്ഞോളൂ. Can I give the first feedback? Yes, yes, please. All right. Hi Ashwati, it is first time me watching you. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Like I really envy your presentation. The way you present the things very boldly. ഞാൻ തുടക്കത്തിൽ ഇല്ലായിരുന്നു. I in between, logged in, so I missed the first part of it, but it's really wonderful, my dear. I feel like you've done a wonderful job. Matralla, your thoughts are really amazing. That's really nice. It's not something taken from somebody else. You spoke from your point of view, from your own life experience. That was really so nice. Keep going, Ashwati. And in between, I just want to ask you one thing. How old are you? I'm just curious to know. I am 25. Because you look so young. ഒരു സ്ത്രീയോട് പ്രായം ചോദിക്കരുതെന്നാണ്, പക്ഷെ എങ്കിലും because I consider myself pretty young, I can say I'm 25. ഒരു 2 വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ ഞാൻ പറയില്ല. Yeah, that's the same thing. Like ഞാൻ കോളേജിൽ പോകുമ്പോൾ കുട്ടികൾ എൻ്റെ അടുത്ത് ഏജ് ചോദിക്കാറുണ്ട്. So I tell them I'm younger than you. കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ they might be 20 or 21. So I tell them I'm younger than you. I'm psychologically 18. So yeah, really nice, Ashwati. Keep going. Thank you. അശ്വതി, Yes. ചിരിച്ചുകൊണ്ട് സ്മൈലിംഗ് ഫേസ്, അത് തന്നെ ഈ ഒരു ഇന്നത്തെ ദിവസം ദാറ്റ് ഇസ് എനഫ് ഫോർ എവറിബഡി എന്നാണ് എൻ്റെ ഒരു ചിന്ത. പിന്നെ പറഞ്ഞതാണെങ്കിൽ യെസ്, നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും, പക്ഷെ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സ്വയം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പലരും കാണും. അവർക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ, 3 പോയിന്റിൽ വളരെ വ്യക്തമായിട്ട് ഒരു ശ്വാസം വിടാതെ ആ ഒരു ഫ്ലോ, സ്മൈലിംഗ് ഫേസ് ആയാലുള്ള ആ ഒരു ഫ്ലോ, എവറിഥിങ്, the entire presentation was amazing, and thank you so much for such a wonderful Thank you. It was so encouraging. ഞാൻ ഇങ്ങനെ ഓരോ പറയുമ്പോഴും അവിടെ ഒരു ചിരി കണ്ടാൽ എനിക്ക് സന്തോഷമാണ്. അത് റെഡിയായി എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഓൺ ദ വീഡിയോ. താങ്ക് യു മാഡം. അശ്വതി ഡിയർ. ഹലോ. ഹായ് ജയന്തി മാഡം, പറയൂ. അശ്വതി മോശമായിട്ടില്ലെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. കാരണം നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ് അശ്വതി. അത് അശ്വതിയുടെ ചിരി ആയാലും പ്രസന്റേഷൻ ആയാലും ലാംഗ്വേജും എല്ലാം. അശ്വതി ഒരു ഫയർ ആയിട്ട് ഇന്ന് ഇവിടുത്തെ എല്ലാ പാർട്ടിസിപ്പൻസ് ആ വേർഡ്സ് എല്ലാവരുടെ ഉള്ളിലും പതിഞ്ഞിട്ടുണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു പ്രോമിസിംഗ് ലീഡർ, ഒരു പ്രോമിസിംഗ് ട്രെയിനർക്ക് എന്റെ എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു. ജയന്തി മാഡം എന്റെ NTTTS കോമേറ്റ് ആണ്. ഒത്തിരി നമുക്ക് ചിലരോട് ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇഷ്ടമൊക്കെ തോന്നില്ലേ? അങ്ങനെ ഒരാളാണ്. കാരണം ഞാൻ ചേച്ചി എന്നാ പൊതുവെ വിളിക്കാറ്. കാരണം നമ്മുടെ ഒരാളായിട്ട് നമുക്ക് ഒരു ഇഷ്ടവും ഒരു ബഹുമാനവും ഒക്കെ തോന്നുന്ന ആൾക്കാരിൽ ഒരാളാണ്. ആൻഡ് ഐ എം എക്സൈറ്റഡ് ദാറ്റ് ഷീ ഇന്നലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, നാളത്തെ സെഷന് ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ. അപ്പൊ അങ്ങനെ പറയുന്നതും കേൾക്കുന്നതും തന്നെ ക്രിറ്റിസിസം പോലെ തന്നെ ഈ എൻകറേജ്മെന്റും നമ്മളെ ഒത്തിരി നമ്മളെ ഇറ്റ് മേക്സ് us at peace. It makes us love ourselves better. So thank you so much for being here. Okay, hello. Yes. Hello. Yes. നല്ലൊരു
സെഷൻ ആയിരുന്നു. രാവിലെ തന്നെ നല്ല ഒരു പ്രസന്നതയോട് കൂടിയുള്ള ഒരു മുഖം കാണാൻ പറ്റി ശ്രുതി മാഡത്തിന്റെ. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, നമ്മള് പലരും മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അത് പിന്നെ അവർക്ക് അവരുടെ അതായത് സ്വയം ഉള്ള പോരായ്മകളും എന്താ പറയാ അവരിൽ വന്നിട്ടുള്ള എന്താ പറയാ ചിന്താഗതിയുടെ മാറ്റങ്ങൾ ഒന്നും അവർക്ക് അതായത് അവരെ സ്വയം ഒന്ന് എന്താ പറയാ വിലയിരുത്താനോ അല്ലെങ്കിൽ അവരെങ്ങനെയാണെന്ന് വിലയിരുത്താനോ പറ്റാത്ത കുറച്ച് ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് അത് കഴിയാത്തത് കൊണ്ട് അവർ മറ്റുള്ളവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ വിമർശിക്കാൻ, അതായത് നമ്മൾക്ക് കഴിയാത്ത കാര്യങ്ങള്. അപ്പോ എന്താ പറയാ സ്വയം വിമർശിച്ച്, അതായത് നമ്മൾക്ക് എന്ത് കഴിയും എന്ത് കഴിയില്ല ഇത് അറിയാൻ പറ്റാത്ത ഒരാള്, അതായത് സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ആയിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചെന്നിട്ട്, അതായത് മറ്റുള്ളവരിലെ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പൊ ഓക്കെ, നല്ല ഒരു താങ്ക് യു മാഡം ഫോർ ദാറ്റ് പെർസ്പെക്റ്റീവ്. ശരിയാണ്, പലപ്പോഴും അതാണ് ഞാൻ ഒന്നും കൂടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഒരാളുടെ ഉയർച്ച ആഗ്രഹിച്ച് ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്, നമ്മളൊരു ഈ ഞണ്ടുകളെ പോലെയാണ്, ഞാൻ നന്നായില്ലെങ്കിലും കുഴപ്പമില്ലടാ നീ നന്നാവരുത്, വലിച്ച് താഴ്ത്തൊട്ടിട്ടേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു രീതി ഉണ്ട് പലപ്പോഴും. അപ്പോ അങ്ങനെ ഒരു രീതി ശരിക്കും നമ്മുടെ ഇമ്പ്രൂവ്മെന്റിനും അവരുടെ ഇമ്പ്രൂവ്മെന്റിനും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. If we are criticizing, we as people, if we are criticizing, make sure that you're doing that to help them improve and do that in moderation. ചെയ്യുന്നതൊന്നും ശരിയായില്ലെന്ന് പറഞ്ഞ് അവരെ മോശമായിട്ട് ചിത്രീകരിക്കാനല്ല പറയുന്നത്. അവര് വളരണം, ഇത് അവർക്ക് ഞാൻ ഇങ്ങനെ ഒരു ടിപ്പ് കൊടുത്താൽ അവർ കുറച്ചും കൂടെ നന്നാവും എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ ദാറ്റ് പെർസ്പെക്റ്റീവ് അഗൈൻ മാഡം. Yes, Chairman, could you? Sure. Jahmugil. Thank you, Chairman. Today I have observed a fantastic session from Aswad ma'am. I saw her in first at the Delhi NatCon in EPS contest as a co-contestant, where I saw the energy and charisma. She did the presentation very well. Long year back. Now today I saw her presentation in virtual platform, and now she developed herself as a zone director training as well as a iconic trainer contestant and so on. She's still growing herself and the society. I congratulate her. And today the presentation was totally awesome about the criticism into the self as well as the well-wishers, and how we have to be a great well-wisher to the society, to the criticism, how we can take the criticism in a positive manner that was expressed in a short duration in a well-versed manner. The handling of the session was totally awesome. I observed so many inputs from you, ma'am. Thank you so much. Thank you so much, Zone 28. Thank you. Next, Aslam Tenjipalam. Aslam sir. Hello. Next, Vinay Prabhu. Hello, Ashwati. ഹായ് മാഡം പറയൂ. അശ്വതി, ഞാൻ സോൺ 19 നിന്നാണ്. എനിക്ക് മനസ്സിലായി, പയ്യന്നൂരിന്റെ IPC ആയിരുന്നു. പറയൂ. ഓക്കെ. ഞാന് അശ്വതി NTTS അറ്റൻഡ് ചെയ്തപ്പോ അവിടെ നമ്മളാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ആ സമയം മുതൽ ഞാൻ ശരിക്കും അശ്വതിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പ്രസിഡന്റ് ജബ്രൂദിന് അശ്വതിയെ പറ്റി പറഞ്ഞാല് തീരില്ല, അത്രയും പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇന്നലെ ഹിഷാമിന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഹിഷാമിനോട് പറഞ്ഞു ഇതെങ്ങനെയാ അറ്റൻഡ് ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയാണ്, എനിക്കൊന്ന് 11 മണിക്കാണ് ലിങ്ക് കിട്ടിയത്. അപ്പൊ അന്ന് മുതൽ ഞാൻ ഈ ജബ്രു പറഞ്ഞത് മുതൽ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അശ്വതിയുടെ ഒരു സെഷൻ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ 51ാമത്തതാണ്, ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇറ്റ് വാസ് സിംപ്ലി സൂപ്പർ. താങ്ക് യു അശ്വതി. താങ്ക് യു. Aslam sir. ഒരു കണക്ഷൻസ് ആണ് ഇങ്ങനെ
NTTT ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ പയ്യന്നൂർ അവിടുത്തെ ഹോസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അവിടുത്തെ ഹോസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു ജബ്രുവിന്റെ IPP ആണ് വിനയ മാഡം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിചയങ്ങൾ വളരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് സോ നൈസ് ടു എക്സ്പീരിയൻസ്. താങ്ക് യു മാഡം ഫോർ ബീങ് ഹിയർ ടുഡേ. അസ്ലം സാർ ഉണ്ടോ? ഓൺലൈൻ ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക്? ഞാൻ JFS നിഖിൽ കൊടിയത്തൂർപ്പം JCA പാലക്കാട് ഫാസ്റ്റ് സോൺ ഓഫീസർ. അശ്വതി നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. വളരെ നല്ല സെൽഫ് ക്രിറ്റിസിസത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോ ഒരു പോയിന്റ് പോലും ചൂണ്ടിക്കാണിക്കാൻ പെടാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും JC ഇന്ത്യയിലെ ഒരു ഭാവിയിലെ വലിയ ലീഡറായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ നല്ല പുലരിയിൽ ഇത്രയും നല്ല ഒരു സെഷൻ നമുക്കൊക്കെ അറിയാവുന്നതാണെങ്കിലും വളരെ എനർജി പാസിംഗ് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, ബെസ്റ്റ് വിഷസ്. താങ്ക് യു. എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഗ്രൂപ്പ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ സാർ? ഒരു മിനിറ്റ് തരുമോ? ഒരു മിനിറ്റ്. ഓക്കെ. അശ്വതി മാഡം നന്നായിരുന്നു. നല്ല പ്രസന്റേഷൻ സ്റ്റൈല്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ഒക്കെ അതുമായിട്ട് വളരെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. പിന്നെ മറ്റൊന്നുള്ളത്, പിന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, പക്ഷെ മറ്റുള്ളവർ എപ്പോഴും നമ്മളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നില്ല എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് അവരുടെ കാര്യം ഓർക്കാനേ ഉള്ളൂ സമയം. പിന്നെ മറ്റൊന്നുള്ളത്, പിന്നെ ഈ ബീഡിക്ക് 1 രൂപ 2 രൂപ ഇല്ല. പിന്നെ കാരണം ഒരു ബീഡിക്ക് എങ്ങാണ്ട് 25 പൈസ അല്ലെങ്കിൽ 10 പൈസ അല്ലെങ്കിൽ നേരത്തെ ഒക്കെ. അപ്പൊ അത് ബീഡി ഒരു കവറിനായിരിക്കും ചിലപ്പോൾ 2 രൂപ. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. പിന്നെ ബീഡി തെറുക്കുകയാണ്, ബീഡി തെറുപ്പെന്ന നമ്മൾ ദിനേശ് ബീഡി എന്നൊക്കെ കേട്ടില്ലേ, തെറുപ്പ്. അപ്പൊ ബീഡി പുകയില വാങ്ങിച്ചിട്ട് ചുക്കായൊക്കെ വാങ്ങിച്ചിട്ട് അത് തെറുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ്. എനിവേ നല്ല ഒരു എന്താ പറയുക, പ്രോമിസിങ് ട്രെയിനർ. താങ്ക് യു. Thank you so much, sir, and thank you for pointing it out to me. Thank you. അശ്വതി, അസ്ലിംക പറയൂ. ഗംഭീരായിരുന്നു. ഞാനിങ്ങനെ വിളിച്ചിട്ട് ചീത്ത വിളിക്കും, അതുകൊണ്ട് ഇല്ല, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നോക്കിയിട്ടേ പറ്റുന്നില്ല. പിന്നെ അതിഗംഭീരം എന്ന് പറയാൻ പ്രസന്റേഷൻ സ്കിൽ ആയിരുന്നെങ്കിലും, പിന്നെ എനർജി ലെവൽ ആണെങ്കിലും, സ്മൈലിംഗ് ഫേസ് ആണെങ്കിലും ഒക്കെ അതിഗംഭീരം, എക്സ്ട്രാ ലെവൽ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, എനിബഡി എൽസ്? സോൺ പ്രസിഡന്റ് സോൺ 21 ഉണ്ടല്ലോ, രാകേഷ് സാർ. നമസ്കാരം. ഞാൻ കുറച്ച് ലേറ്റ് ആയി. ഓക്കെ, അപ്പം നമസ്കാരം അശ്വതി. ഹലോ, നമസ്കാരം. So happy to see you here. Good job. Thank you. ഓക്കെ, അപ്പം ഫീഡ്ബാക്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് 51ാമത്തെ ദിവസത്തെ ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ ഏകദേശം 65ഓളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ട് എങ്ങനെയാണ് ക്രിറ്റിസിസം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ, സെൽഫ് ക്രിറ്റിസിസം എങ്ങനെയാണ്, മറ്റുള്ളവരെ എങ്ങനെ ക്രിറ്റിസിസ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തന്ന, നല്ല രീതിയിൽ പറഞ്ഞു തന്ന നമ്മുടെ നാഷണൽ ട്രെയിനർ ആയിട്ടുള്ള സോൺ 22വിന്റെ ZD ട്രെയിനിങ് ആയിട്ടുള്ള അശ്വതി മാഡത്തിന് എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുന്നു. ഒഫീഷ്യലായിട്ട് ഈ പ്രോഗ്രാമിന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് സുഭാഷ് സർ, ആർ യു ദേർ? ജയന്തി മാഡം, പ്ലീസ്. നമ്മുടെ മോർണിംഗ് ഡ്രൈവിന്റെ 51ാമത്തെ സെഷൻ അതിഗംഭീരമാക്കിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അശ്വതി. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. എനിക്ക് എന്റെ നാഷണൽ ട്രെയിനിങ് വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോ ഞാൻ മനസ്സുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു പാർട്ടിസിപ്പന്റ് ആണ് അശ്വതി. ഇന്നും അങ്ങനെ തുടരുന്നു 1 കൊല്ലം കഴിഞ്ഞപ്പോഴും. അങ്ങനെ ജെസിസത്തിന്റെ ഒരു വലിയൊരു പ്രിൻസിപ്പിൾ തന്നെ അതാണ്, ഏറ്റവും ജനകീയമായിട്ടുള്ള ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആയി മാറാനാണ്. അപ്പൊ അശ്വതി കുട്ടി തന്നെയാണ്. അങ്ങനെ വേറൊരു സോണിലെ ആളാണെന്ന് നമുക്ക് തോന്നില്ല. നമ്മുടെ എല്ലാരും വീട്ടിലെ കുട്ടിയായി മാറിയ ഈ ഒരു നല്ല ഭാവിയുള്ള ഒരു ലീഡർക്ക് ആദ്യമായിട്ട് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും ഞാൻ അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ
നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം അരുളിയ നമ്മുടെ സ്വന്തം രജനീഷ്, ഞങ്ങളുടെ അയൽ ചാപ്റ്റർ ആയിട്ടുള്ള അയൽ ലോക്കൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഒലവക്കോടിന്റെ ലീഡർ രജീഷ് സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇത്രയും വലിയൊരു പ്രോഗ്രാം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ കൊണ്ടു നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ SND ട്രെയിനിങ്ങിന്റെ ഒരു മുൻകൈ എടുക്കൽ കൊണ്ടാണ്. അപ്പൊ നന്ദി ഹിഷാം സർ. പിന്നെ നമ്മുടെ ഉരുക്കു വനിത, ഈ വനിതകളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വെറും പേപ്പറിൽ മാത്രം കണ്ടിട്ടേ നമുക്ക് ശീലമുള്ളൂ. അത് പ്രവർത്തനത്തിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട ചിത്ര മാഡത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഈ ഒരു സെഷൻ അവരുടെ മേഖലകളിലേക്ക് ഏറ്റെടുത്ത ഓരോരോ പാർട്ടിസിപ്പൻസിനും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അശ്വതി എന്ന ഈ ട്രെയിനറുടെ മുന്നിൽ ഒരുപാട് വേദികളും ഒരുപാട് ലീഡർഷിപ്പിന്റെ പദവികളും കാത്തിരിക്കുന്നുണ്ട്. ആശംസകൾ, നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയന്തി മാഡം ഫോർ യുവർ നൈസ് ടോക്ക്. എന്തായാലും നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ വരികയും നമ്മൾ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്ത് അശ്വതി മാഡത്തിന് ഒരിക്കൽ കൂടി ചെയർമാൻ എന്നുള്ള അർത്ഥത്തിൽ നന്ദി പറയുന്നു. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ 7 AM മോർണിംഗ് ഡ്രൈവ് ഓഫ് JC India Zone 28 is hereby adjourned. Thank you all. Thank you. അശ്വതി, ബൈ. Bye bye.